ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ ഏവർക്കും അറിയിക്കുന്നു. നാം സ്വർഗത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നല്ലോ. വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിൽ സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണന നമുക്ക് കാണുവാനായിട്ട് കഴിയും. 21 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്നുള്ളതായ ആ വെളിപ്പാടോടുകൂടെയാണ് യോഹന്നാൻ അവിടെ സ്വർഗത്തെ കുറിച്ച് വർണ്ണിക്കുന്നത്. പുതിയത് എന്ന് വിളിച്ചിരിക്കുന്നത് ഇത് പുതിയതായി ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് ഇതിന്റെ നിത്യമായുള്ള പുതുമ കൊണ്ടാണ് അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഇത് ഭൂമിയിലെ വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. 93-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ 103-ാം സങ്കീർത്തനത്തിന്റെ 19-ൽ യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ അധിവാസ സ്ഥലമായതുകൊണ്ട് ഇതിനെ ദൈവത്തിന്റെ കൂടാരമെന്ന് വിളിച്ചിരിക്കുന്നു എന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാ യുഗങ്ങളിലും വീണ്ടെടുക്കപ്പെട്ടവരുടെ നിത്യഭവനമായതുകൊണ്ട് ഇതിനെ മണവാട്ടി, അതേപോലെ കുഞ്ഞാടിന്റെ കാന്ത എന്നും വർണ്ണിച്ചിട്ടുണ്ട്. ഇത് ദൈവത്തിന്റെയും അവിടുത്തെ സ്വർഗീയ കുടുംബത്തിന്റെയും വാസസ്ഥലമായിരിക്കുന്നതിനാൽ ഇതിനെ പിതാവിന്റെ ഭവനം എന്ന് വിളിച്ചിരിക്കുന്നതും യോഹന്നാന്റെ സുവിശേഷം 14:1 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുതിയ ഭൂമിയിലെ ഏതാണ്ട് 12 അനുഗ്രഹങ്ങളെ കുറിച്ച് ഈ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന്, ദൈവം അവരോടുകൂടെ വസിക്കും എന്നുള്ളതാണ്. എത്രയോ ശ്രേഷ്ഠകരമായ അനുഭവമാണത്. നമുക്കറിയാമല്ലോ, ഒരു വലിയ വ്യക്തി നമ്മളോടൊപ്പം വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രയോ പ്രശംസനീയമാണ്. എന്നാൽ സർവശക്തനായ ദൈവം അവരോടുകൂടെ വസിക്കും എന്നുള്ളത് നമുക്ക് എത്രയോ മാന്യതയും പദവിയും സന്തോഷവും പ്രത്യാശയും എല്ലാം നൽകുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം അവരുടെ ദൈവമായിരിക്കും എന്നുള്ളതാണ്. 3, ദൈവം എല്ലാ കണ്ണുനീരും തുടച്ചു കളയും. പിന്നെ കണ്ണുനീരില്ല. ഇന്ന് മനുഷ്യൻ കണ്ണുനീരിന് വേണ്ടിയാണ് പലപ്പോഴും, കണ്ണുനീരോടുകൂടെയാണ് അവൻ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. അതേപോലെ മരണം ഉണ്ടാകയില്ല എന്നുള്ളതാണ്. 5-ാമത്തെ കാര്യം, ദുഃഖമുണ്ടാകയില്ല. 6-ാമത്തെ കാര്യം, വേദന ഉണ്ടാകയില്ല. 7-ാമത്തെ കാര്യം, സകലവും പുതുതാക്കുന്നു എന്നുള്ളതാണ്. 8-ാമത്തെ കാര്യം, ജീവജലത്തിന്റെ വലിയ സമൃദ്ധിയാണ് അവിടെ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നത്. 9-ാമത്തെ കാര്യം, സകലവും അവകാശമാകും എന്നുള്ളതാണ്. 10-ാമത്തെ കാര്യം, നിത്യപുത്രത്വം നമുക്ക് ലഭിക്കുന്നു. 11-ാമത്തെ കാര്യം, ശാപം ഇനി ഉണ്ടാകയില്ല. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആദാമവ്വമാരോട് പറഞ്ഞ ആ ശാപത്തിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതലാണ് വെളിപ്പാട് പുസ്തകം 22:3 പറയുന്നത്. ഇനി അവിടെ ശാപമുണ്ടാകുകയില്ല. അതേപോലെ 12-ാമത്തെ കാര്യം, ദുഷ്ടനിൽ നിന്നുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം, ദുഷ്ടൻ ജനത്തിൽ നിന്ന്, പൈശാചികനിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് 22-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയും. അതേ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിന്റെ അവസ്ഥ, ദൈവവുമായിട്ട് നാം അധിവസിക്കുന്ന ആ അവസ്ഥ എത്ര വലുതാണ് എന്ന് നാം പിന്നെയും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതെ, ആ ദൈവാഖരങ്ങളിൽ നമ്മെ അർപ്പിക്കാം. അതിനായി ദൈവം നമ്മെ വീണ്ടും ഒരുക്കുമാറാകട്ടെ. നമുക്കതിനായി ഒരുങ്ങാമല്ലോ. സ്വർഗത്തിലും
ഭൂമിയിലും വാഴുന്ന ദൈവമേ സ്തുതി നിനക്ക്. സ്വർഗത്തിലും ഭൂമിയിലും വാഴുന്ന ദൈവമേ സ്തുതി നിനക്ക്. അങ്ങല്ലാതില്ലൊരു ദൈവമില്ല, അങ്ങറിയാത്തൊരു സൃഷ്ടിയുമില്ല. അങ്ങല്ലാതില്ലൊരു ദൈവമില്ല, അങ്ങറിയാത്തൊരു സൃഷ്ടിയുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും വാഴുന്ന ദൈവമേ സ്തുതി നിനക്ക്. ആകാശം മാറും ഭൂമിയും മാറും, വചനങ്ങൾക്കൊരു മാറ്റമില്ല. ആകാശം മാറും ഭൂമിയും മാറും, വചനങ്ങൾക്കൊരു മാറ്റമില്ല. മാറ്റമില്ലാത്ത ദൈവമേ നീ മറന്നിടല്ലേ